അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5-alpha റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ 21 വ്യാഴാഴ്ച. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ 70.51% പോളിംഗ്. 2021 73.71% പോളിംഗ്. 3% ഏറെയാണ് പോളിംഗിലെ കുറവ്. പോളിംഗ് കുറഞ്ഞത് സ്ഥാനാർത്ഥികളെ ആശങ്കയിലാക്കി. ബിജെപി ശക്തി കേന്ദ്രമായ പാലക്കാട് മുനിസിപ്പാലിറ്റിയിലുണ്ടായ പോളിംഗ് വർധനവും പിരായിരി, കണ്ണാടി, മാത്തൂർ പഞ്ചായത്തുകളിൽ വോട്ട് കുറഞ്ഞതും മുന്നണികളുടെ ചങ്കിടിപ്പ് കൂട്ടിയിരിക്കുകയാണ്. 3 മുന്നണികളും അവകാശവാദം ഉന്നയിക്കുന്നുണ്ടെങ്കിലും പോളിംഗിലെ കുറവ് ആരെയാണ് ബാധിക്കുക എന്ന കാര്യത്തിൽ ആർക്കും വ്യക്തതയില്ല. CBSE 10-12 ക്ലാസുകളിലെ പൊതുപരീക്ഷാ തീയതി പ്രഖ്യാപിച്ചു. പൊതുപരീക്ഷകൾ 2025 ഫെബ്രുവരി 15 തുടങ്ങും. 10ാം ക്ലാസ് പരീക്ഷ മാർച്ച് 18 പ്ലസ് 2 പരീക്ഷ ഏപ്രിൽ 4 അവസാനിക്കും. മുൻപത്തേത് വഖഫ് ഭൂമിയാണെന്നതിൽ തർക്കമില്ലെന്ന് കേരള വഖഫ് സംരക്ഷണ സമിതി. ഇന്ത്യയിലെ മുസ്ലിം വിഭാഗത്തിന് പൌരത്വം പോലും നിഷേധിച്ച് രണ്ടാംകിട പൌരന്മാരാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സംഘപരിവാർ ശക്തികൾ വഖഫിനെക്കുറിച്ച് ദുഷ്പ്രചാരണം നടത്തുന്നതിൽ അത്ഭുതമില്ലെന്നും വഖഫ് ഭൂമി സംബന്ധിച്ച തർക്കങ്ങൾ പരിഹരിക്കാൻ രാജ്യത്ത് നിയമ സംവിധാനങ്ങളുണ്ടെന്നും സംഘടന പറഞ്ഞു. രാജ്യത്തെ നിയമത്തിന് മുകളിലല്ല മാറ്റുന്നുമെന്നും മുൻപത്തെ വഖഫ് വിഷയത്തിന് നിയമപരമായ പരിഹാരം കാണുന്നതിന് പകരം വർഗീയ വിദ്വേഷം ഇളക്കിവിട്ട് ഒരു സമുദായത്തെയും മതത്തെയും അപമാനിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നും എറണാകുളം പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ വ്യക്തമാക്കി. പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിൽ ബിജെപി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിന് വിജയം പ്രവചിച്ച് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. വടക്കൻനാഥന് പിന്നാലെ വിശാലാക്ഷി സമേത വിശ്വനാഥൻ. പാലക്കാട് വിജയം NDAക്ക്, 3ാം സ്ഥാനത്ത് UDF എന്നാണ് സുരേന്ദ്രന്റെ പോസ്റ്റ്. പാലക്കാട് നഗരസഭയിൽ ഇത്തവണ 5%-ലേറെ വോട്ട് ഉയർന്നത് ബിജെപി ക്യാമ്പിൽ വലിയ വിജയപ്രതീക്ഷയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ബൂത്തിൽ കയറി വോട്ടർമാരോട് സംസാരിച്ചെന്നാരോപിച്ച് UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലിനെ തടഞ്ഞ് LDF BJP പ്രവർത്തകർ. പാലക്കാട് വെണ്ണക്കരയിലെ പോളിംഗ് ബൂത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ തടയാൻ ശ്രമമുണ്ടായത്. UDF സ്ഥാനാർത്ഥി ബൂത്തിൽ കയറി വോട്ട് ചോദിച്ചെന്നാണ് LDF BJP പ്രവർത്തകർ ആരോപിക്കുന്നത്. പിന്നാലെ ഉണ്ടായ വാക്കുതർക്കം സംഘർഷത്തിലേക്ക് നീങ്ങിയതോടെ പോലീസ് ഇടപെട്ടു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ബൂത്തിലിരിക്കാൻ പോലും ആളുണ്ടായിരുന്നില്ലെന്നും ഇത് വോട്ട് കച്ചവടം നടന്നതിന് തെളിവാണെന്നും CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. മണ്ഡലം നിലനിർത്താൻ UDF കുബുദ്ധി ഉപയോഗിച്ചുവെന്നും മണ്ഡലം പിടിച്ചെടുക്കാൻ BJP കുപ്രചരണം നടത്തിയെന്നും സുരേഷ് ബാബു മണ്ഡലത്തിൽ ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥി P സരിൻ ജയിക്കുമെന്നും പറഞ്ഞു. സംഘർഷം ഒഴിവാക്കാനാണ് താൻ വോട്ട് ചെയ്യാതിരുന്നതെന്ന് ഇരട്ട വോട്ട് ആക്ഷേപം നേരിടുന്ന BJP പ്രസിഡന്റ് KM ഹരിദാസ്. തന്നെ വോട്ട് ചെയ്യുന്നതിൽ നിന്ന് ആർക്കും തടയാൻ കഴിയില്ലെന്നും VK ശ്രീകണ്ഠന് BJP ജില്ലാ പ്രസിഡന്റിനെ തടയാനാകില്ലെന്നും അത് വ്യാമോഹം മാത്രമാണെന്നും KM ഹരിദാസ് പറഞ്ഞു. എതിർ പാർട്ടിയിൽ നിന്ന് വന്നിട്ടും CPM തന്നെ ചേർത്ത് പിടിച്ചുവെന്ന് പാലക്കാട്ടെ ഇടതു സ്ഥാനാർത്ഥി ഡോക്ടർ P സരിൻ. ഒരാൾ പോലും തന്നെ സംശയത്തോടെ നോക്കിയില്ലെന്നും അതൊരു പ്രത്യയ ശാസ്ത്രത്തിന്റെ ഉൾക്കാഴ്ചയാണെന്നും സരിൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പും രാഷ്ട്രീയ ഭാവിയും തമ്മിൽ ബന്ധമില്ലെന്നും താൻ പരാജയങ്ങളിൽ ഭയപ്പെടുന്ന ആളല്ലെന്നും അതിനപ്പുറത്തുള്ള സംഘടനാ പ്രവർത്തനങ്ങളിലും ഉത്തരവാദിത്വങ്ങളിലും താൻ വ്യാപൃതനാവുമെന്നും സരിൻ കൂട്ടിച്ചേർത്തു. അതേസമയം 70,000-ന് മുകളിൽ വോട്ടുകൾ തനിക്ക് ലഭിക്കുമെന്നും വലിയ വിജയം നേടുമെന്നും സരിൻ കൂട്ടിച്ചേർത്തു. കൊച്ചിയിലെ റോഡുകളുടെ ശോചനീയാവസ്ഥയിൽ വീണ്ടും വിമർശനവുമായി ഹൈക്കോടതി. ഒരിടത്തെങ്കിലും മികച്ച നടപ്പാതയില്ലാതെ എന്ത് നഗരമാണിതെന്ന് കോടതി ചോദിച്ചു. MG റോഡിലെ നടപ്പാതയുടെ അവസ്ഥ സങ്കടകരമാണെന്നും സീബ്ര ക്രോസിംഗിന് മുകളിൽ കാറിടുന്ന അവസ്ഥയാണെന്നും ഹൈക്കോടതി പറഞ്ഞു. കൊച്ചി കോർപ്പറേഷൻ സെക്രട്ടറിയെ വിളിച്ചു വരുത്താമെന്നും കോടതി അറിയിച്ചു. കൊച്ചിയിൽ ഏത് റോഡും നടപ്പാതയുമാണ് സുരക്ഷിതമെന്ന് ചോദിച്ച കോടതി മുൻകാല ഉത്തരവുകൾ കളക്ടർ പരിശോധിച്ച് നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ടു. പാണക്കാട് തങ്ങൾക്കെതിരായ മുഖ്യമന്ത്രിയുടെ വിമർശനത്തിൽ നിലപാട് വ്യക്തമാക്കി
SYS സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ ഹക്കീം അസ്ഹരി രംഗത്ത്. മതനേതാക്കൾ ആരും വിമർശനത്തിന് അതീതരല്ലെന്നാണ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരായ മുഖ്യമന്ത്രിയുടെ വിമർശനത്തിൽ SYS സംസ്ഥാന ജനറൽ സെക്രട്ടറി അഭിപ്രായപ്പെട്ടത്. എന്നാൽ വിമർശനത്തിൽ മിതത്വം വേണമെന്നും വിമർശനം സർഗാത്മകമാകണമെന്നും ഡോക്ടർ ഹക്കീം അസ്ഹരി ചൂണ്ടിക്കാട്ടി. LDFന്റെ വിവാദ പരസ്യത്തിൽ വിമർശനവുമായി സുപ്രഭാതം വൈസ് ചെയർമാനും ഗൾഫ് ചെയർമാനുമായ സൈനുൽ ആബിദീൻ. പത്രത്തിന്റെ പ്രഖ്യാപിത നിലപാടിന് വിരുദ്ധമാണ് പരസ്യമെന്ന് സൈനുൽ ആബിദീൻ പറഞ്ഞു. പരസ്യം BJPക്ക് ഗുണകരമായി എന്ന് പറഞ്ഞ അദ്ദേഹം സന്ദീപ് വാര്യരുടെ മാറ്റം എന്തുകൊണ്ട് ഉൾക്കൊള്ളാനാവുന്നില്ലെന്നും ചോദിച്ചു. പത്രം ഒരു പണ്ഡിത സഭയുടേത് കൂടിയാണെന്നും ഈ നിലപാട് സ്വീകാര്യമല്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. IAS ഉദ്യോഗസ്ഥർക്കിടയിൽ ഹിന്ദു വാട്സാപ്പ് ഗ്രൂപ്പുണ്ടാക്കിയ വിവാദത്തിൽ സസ്പെൻഷനിലുള്ള IAS ഉദ്യോഗസ്ഥൻ K ഗോപാലകൃഷ്ണനെതിരെ കേസെടുക്കാമെന്ന് നിയമോപദേശം. മതപരമായ വിഭാഗീയത ഉണ്ടാക്കാൻ ഗ്രൂപ്പ് തുടങ്ങിയതിൽ കേസെടുക്കാമെന്നാണ് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ നിയമോപദേശത്തിൽ പറയുന്നത്. എന്നാൽ രേഖകൾ മുഴുവൻ പരിശോധിക്കാതെയുള്ള നിയമോപദേശമാണിതെന്നും വ്യക്തത കുറവുണ്ടെന്നുമാണ് പോലീസ് നിലപാട്. അതിനാൽ തന്നെ വീണ്ടും നിയമോപദേശം തേടുമെന്നും പോലീസ് പറഞ്ഞു. ആന്റിബയോട്ടിക്കുകളുടെ അനാവശ്യവും അശാസ്ത്രീയവുമായ ഉപയോഗം തടയാനുള്ള ആരോഗ്യവകുപ്പിന്റെ ഇടപെടലുകളുടെ ഫലമായി ആന്റിബയോട്ടിക്കുകളുടെ ഉപയോഗത്തിൽ 20 മുതൽ 30% വരെ കുറവുണ്ടായിട്ടുള്ളതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. എല്ലാ ആശുപത്രികളെയും ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രികളാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. മുണ്ടേല രാജീവ് ഗാന്ധി റെസിഡൻസ് വെൽഫെയർ സഹകരണ സംഘം പ്രസിഡന്റ് മോഹനന്റെ ആത്മഹത്യാക്കുറിപ്പിൽ CPM തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് അംഗം വെള്ളനാട് ശശിക്കെതിരെ പരാമർശമെന്ന റിപ്പോർട്ട്. ബാങ്കിനെതിരെ ശശി ഉൾപ്പെടെയുള്ളവർ തെറ്റിദ്ധാരണ പരത്തിയെന്നും ജനങ്ങളെ ഇളക്കിവിട്ടുവെന്നും ആത്മഹത്യാക്കുറിപ്പിൽ ആരോപിക്കുന്നു. ഇതാണ് പ്രതിസന്ധിക്ക് ഇടയാക്കിയതെന്ന് ആത്മഹത്യാക്കുറിപ്പിലുണ്ടെന്ന് മോഹനന്റെ സഹോദരൻ വ്യക്തമാക്കി. അടുത്ത വർഷാവസാനം ആരംഭിക്കുന്ന കൊച്ചി മുസറീസ് ബിനാലെയുടെ 6ാം പതിപ്പിന്റെ ക്യൂറേറ്ററായി നിഖിൽ ചോപ്രയും HH ആർട്ട് സ്പേസസും പ്രവർത്തിക്കും. കൊച്ചി ബിനാലെ ഫൌണ്ടേഷനു വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇത് പ്രഖ്യാപിച്ചത്. തൊണ്ടിമുതൽ കേസിൽ മുൻ മന്ത്രി ആന്റണി രാജു വിചാരണ നേരിടണമെന്ന വിധിയിൽ സുപ്രധാന പരാമർശങ്ങളുമായി സുപ്രീംകോടതി. തൊണ്ടിമുതൽ മാറ്റിയ നടപടി നീതി വ്യവസ്ഥയോടുള്ള പരിഹാസമാണെന്ന് സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടി. മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണ്ടേ? ഷോപ്പിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ളത് വാങ്ങി കൊടുക്കാം. അപ്പൊ ഏട്ടൻ വരുന്നുണ്ടോ? ഗിഫ്റ്റ് കാർഡ് വരും. അതെ, ഓരോ ചിട്ടിയിലും ഒരാൾക്ക് 5000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാർ. 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. മഹാരാഷ്ട്രയിൽ BJP നയിക്കുന്ന മഹായുതി സഖ്യത്തിനും ജാർഖണ്ഡിൽ BJPക്ക് ഒറ്റയ്ക്കും അധികാരം പ്രവചിച്ച് ഭൂരിപക്ഷം എക്സിറ്റ് പോൾ ഫലങ്ങൾ. മഹാരാഷ്ട്രയിൽ മഹായുതി സഖ്യം നേരിയ മാർജിനിൽ ഭരണം നിലനിർത്തിയേക്കുമെന്നാണ് ഭൂരിഭാഗം എക്സിറ്റ് പോൾ ഫലങ്ങളും പ്രവചിക്കുന്നത്. ജാർഖണ്ഡിലാകട്ടെ ഭരണകക്ഷിയായ JMMനെ അട്ടിമറിച്ച് NDA അധികാരത്തിൽ തിരിച്ചെത്താനുള്ള സാധ്യതയാണ് ഏജൻസികൾ പ്രവചിക്കുന്നത്. ഇന്നലെ നടന്ന വോട്ടെടുപ്പിൽ മഹാരാഷ്ട്രയിൽ 65.2%, ജാർഖണ്ഡിലെ 38 സീറ്റുകളിലേക്ക് നടന്ന 2ാം ഘട്ട പോളിംഗിൽ 67.59% രേഖപ്പെടുത്തിയത്. തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് മേഘവിസ്ഫോടനം. 3 മണിക്കൂറിൽ 362 മില്ലിമീറ്റർ മഴയാണ് രാമേശ്വരത്ത് പെയ്തത്. വടക്കുകിഴക്കൻ മൺസൂൺ ശക്തി പ്രാപിച്ചതിന് പിന്നാലെ തമിഴ്നാട്ടിൽ വ്യാപക മഴയാണ്. തെക്കൻ ജില്ലകളിലാണ് മഴ ശക്തമായിരിക്കുന്നത്. വെള്ളക്കെട്ടും സുരക്ഷാ പ്രശ്നങ്ങളും ചൂണ്ടിക്കാട്ടി മുൻകരുതലെന്ന നിലയിൽ പല ജില്ലാ ഭരണകൂടങ്ങളും സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. UPയിൽ സ്ത്രീകൾക്ക് നേരെ തോക്ക് ചൂണ്ടി നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ വീഡിയോ പങ്കുവച്ച് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ്. ഉത്തർപ്രദേശിലെ 9 നിയമസഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ ക്രമക്കേട് നടക്കുന്നുവെന്ന ഗുരുതരമായ ആരോപണങ്ങൾ നിലനിൽക്കെയാണ് പുതിയ വിവാദം. ബംഗളൂരുവിൽ 2ാം അന്താരാഷ്ട്ര വിമാനത്താവളം നിർമ്മിക്കാനുള്ള നടപടികൾക്ക് വേഗത കൂട്ടി കർണാടക സർക്കാർ. ഇതിനായുള്ള ഭൂമി കണ്ടെത്തുന്ന നടപടി അന്തിമഘട്ടത്തിലേക്ക് എത്തിയതെന്നാണ് വിവരം. ബംഗളൂരുവിൽ നിന്ന് 35 കിലോമീറ്റർ മാത്രം അകലെയുള്ള തമിഴ്നാട്ടിലെ ഹൊസൂരുവിൽ ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിനായുള്ള നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് കർണാടക നടപടികൾ വേഗത്തിലാക്കിയിരിക്കുന്നത്. ഇന്ത്യൻ ശതകോടീശ്വരൻ ഗൌതം അദാനിക്കെതിരെ അഴിമതി കുറ്റം ചുമത്തിയ ന്യൂയോർക്ക് കോടതി. ഊർജ്ജ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കരാറുകൾ ലഭിക്കാൻ ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് കോടിക്കണക്കിന് രൂപ കൈക്കൂലി നൽകിയെന്നാണ് കേസ്.
സന്തോഷ് ട്രോഫി ഫുട്ബോൾ പ്രാഥമിക റൌണ്ടിൽ കേരളത്തിന് വിജയത്തുടക്കം. കരുത്തരായ റെയിൽവേസിനെയാണ് കേരളം കീഴടക്കിയത്. കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ഏകപക്ഷീയമായ 1 ഗോളിനാണ് കേരളം വിജയിച്ചത്. ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി വനിതാ ഹോക്കിയിൽ കിരീടം നിലനിർത്തി ഇന്ത്യ. പാരീസ് ഒളിമ്പിക്സിലെ വെള്ളി മെഡൽ ജേതാക്കളായ ചൈനയെ മറുപടിയില്ലാത്ത 1 ഗോളിന് കീഴടക്കിയാണ് ഇന്ത്യയുടെ കിരീട നേട്ടം. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. ഡെയിലി ന്യൂസ് ലൈവ് .in വാർത്തകൾ വിരൽ തുമ്പിൽ.